ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നിങ്ങൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കേരള സെറ്റ് സോഷ്യോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് കേരള സെറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ തന്നെയാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. Question number 1. Who argued that ethno methods are reflexively accountable? എത്തനോ മെത്തേഡ്സ് റിഫ്ലെക്സീവ്ലി അക്കൗണ്ടബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എത്തനോ മെത്തഡോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ജോർജ് ഹെർബർട്ട് മീഡ്, ഹാരോൾഡ് ഗാർഫിങ്കൽ, ആൽഫ്രഡ് ഷൂട്ട്സ് ആൻഡ് പീറ്റർ എൽ ബർഗർ. ആൻസർ ഹാരോൾഡ് ഗാർഫിങ്കൽ ആണ്. ഹാരോൾഡ് ഗാർഫിങ്കൽ ഡെവലപ്ഡ് ദ പെർസ്പെക്റ്റീവ് കാൾഡ് എത്തനോ മെത്തഡോളജി ഇൻ സോഷ്യോളജി. സോഷ്യോളജിയിൽ എത്തനോ മെത്തഡോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ഹാരോൾഡ് ഗാർഫിങ്കൽ ആണ്. ദെൻ എത്തനോ മെത്തേഡ്സ് ആർ മെത്തേഡ്സ് പീപ്പിൾ യൂസ് ഇൻ ഡെയിലി ലൈഫ് ടു മേക്ക് സെൻസ് ഓഫ് സോഷ്യൽ സിറ്റുവേഷൻസ്. എത്തനോ മെത്തേഡ്സ് എന്ന് പറയുന്നത് ആളുകൾ അവരുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ചില റൂൾസ് അല്ലെങ്കിൽ ചില മെത്തേഡ്സ്, അതിനെയാണ് നമ്മൾ എത്തനോ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂൾസ് ആൻഡ് മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ സൊസൈറ്റിയിൽ സോഷ്യൽ ഓർഡർ എന്താവും, മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഷോപ്പിൽ എന്താണ്, ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, ആ ഒരു ക്യൂവിൽ ഫസ്റ്റ് നിൽക്കുന്ന ആളുകൾക്കാണ് എന്ത് കിട്ടുക, ഫസ്റ്റ് സാധനങ്ങൾ കിട്ടുക. ബാക്കിയുള്ള ആളുകൾ അവരുടെ ചാൻസ് ആവുന്നത് വരെ അല്ലെങ്കിൽ അവരുടെ ഓപ്പർച്യൂണിറ്റി വരുന്നത് വരെ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു റൂൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. അതെന്താണ്, അൺറിട്ടൺ ആയിട്ടുള്ളൊരു റൂളാണ്, ആരും എവിടെയും എഴുതി വെച്ചിട്ടില്ല. ബട്ട് എന്താണ്, അത് ആളുകൾ ആ ഒരു റൂൾ ഫോളോ ചെയ്യുന്നുണ്ട്. സോ നമ്മളും എന്ത് ചെയ്യുന്നു, ആ ഒരു റൂളിൻ്റെ ഭാഗമാകുന്നു, നമ്മളും എന്ത് ചെയ്യുന്നു, അവിടെ ആ ഒരു റൂള് ഫോളോ ചെയ്യുന്നു. ദെൻ അവിടെ എന്താണ്, ആളുകൾ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, എല്ലാവരും അവരുടെ ഓപ്പർച്യൂണിറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് എത്തനോ മെത്തേഡ്സ് എന്ന് പറയുന്നത്. Then Garfinkel said that എത്തനോ മെത്തേഡ്സ് ആർ റിഫ്ലെക്സീവ്ലി അക്കൗണ്ടബിൾ. ഹാരോൾഡ് ഗാർഫിങ്കൽ പറയുന്നുണ്ട്, എത്തനോ മെത്തേഡ്സ് എന്താണ്, റിഫ്ലെക്സീവ്ലി അക്കൗണ്ടബിൾ ആണ്. ദാറ്റ് മീൻസ് പീപ്പിൾസ് ആക്ഷൻസ് ക്രിയേറ്റ് സോഷ്യൽ ഓർഡർ. അതായത് ആളുകളുടെ ആക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുമ്പോൾ ആ ഒരു ഷോപ്പ് കീപ്പർ ആളുകൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബഹളം കൂട്ടുന്നത് ഒഴിവാക്കാനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആളുകളോട് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ഷൻ അവിടെ സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്താണ്, ഓർഡർലെസ് ആയിരിക്കും, ആളുകൾ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ഷൻ അവിടെ എന്ത് ചെയ്തു, സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അറ്റ് ദ സെയിം ടൈം ഇറ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് ഓർഡർ ടു ദ അതേഴ്സ്. അതായത് അദ്ദേഹം അവിടെ സോഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ അവിടെ ഷോപ്പിലേക്ക് സാധനം വാങ്ങാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആളുകൾ ഒക്കെ അവിടെ വരി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ക്യൂ നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, നമ്മളും ഇവിടെ വരി നിന്നാൽ മാത്രമേ നമുക്കും സാധനങ്ങൾ കിട്ടുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആക്ഷൻ ബാക്കിയുള്ള ആളുകളിലേക്ക് കൂടി ആ ഒരു സോഷ്യൽ ഓർഡർ എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആളുകളിലേക്ക് കൂടി ആ ഒരു സോഷ്യൽ ഓർഡറിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് എത്തനോ മെത്തേഡ്സ് ആർ റിഫ്ലെക്സീവ്ലി അക്കൗണ്ടബിൾ എന്ന് പറയുന്നതിൻ്റെ മീനിങ്. ക്വസ്റ്റ്യൻ നമ്പർ 2. Who stated that most everyday actions are routine and relatively unreflexive? അതായത് നമ്മൾ ഡെയിലി ചെയ്യുന്ന പല ആക്ഷൻസും നമ്മളൊരു റൂട്ടീൻ പോലെ ചെയ്യുന്നതാണ്. അതായത് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസും നമ്മൾ ഡെയിലി അത് ഫോളോ ചെയ്യുന്നതും അതൊക്കെ കൊണ്ട് നമ്മൾ ഡെയിലി അത് അങ്ങനെ ചെയ്തു പോരുന്നതാണ്. അല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നതൊന്നുമല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് ആരാണ്? മോസ്റ്റ് എവറിഡേ ആക്ഷൻസ് ആർ റൂട്ടീൻ ആൻഡ് റിലേറ്റീവ്ലി റിഫ്ലെക്സീവ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: ആൽഫ്രഡ് സ്കൂട്ട്സ്, മാക്സ് വെബർ, ഹാരോൾഡ് ഗാർഫിങ്കൽ ആൻഡ് എർവിൻ ഗോഫ്മാൻ. ആൻസർ ഈസ് ആൽഫ്രഡ് ഷൂട്ട്സ്. Alfred Schutz explained this idea in the context of phenomenology and everyday life or the life world. അപ്പോൾ ആൽഫ്രഡ് ഷൂട്ട്സ് അദ്ദേഹത്തിൻ്റെ ഫെനോമനോളജി ആൻഡ് ലൈഫ് വേൾഡ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. ഫെനോമനോളജിയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. തിങ്കേഴ്സിനെയും അവരുടെ മെയിൻ കോൺസെപ്റ്റ്സിനെയൊക്കെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും.
ഷൂട്ട്സ് ആർഗ്യൂഡ് ദാറ്റ് ഇൻ ദ ലൈഫ് വേൾഡ് മോസ്റ്റ് ആക്ഷൻസ് ആർ റൂട്ടീൻ ആൻഡ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ഷൂട്ട്സ് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു വേൾഡിൽ അധികവും ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ജസ്റ്റ് റൂട്ടീൻ പോലെയാണ്. അതായത് നമ്മൾ ഡെയിലി അതിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തു വരുന്നുണ്ട്. റൂട്ടീൻ പോലെ ഇങ്ങനെ എല്ലാ ദിവസവും അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി അതിങ്ങനെ ചെയ്തു വരുന്നുണ്ട്. പീപ്പിൾ റിലേ ഓൺ കോമൺ സെൻസ് നോളജ് ആൻഡ് പാസ്റ്റ് എക്സ്പീരിയൻസ്. ആളുകൾ അധിക കാര്യങ്ങളും ചെയ്യുന്നത് അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തുകൊണ്ടും അവരുടെ കോമൺ സെൻസ് നോളജ് യൂസ് ചെയ്തുകൊണ്ടുമാണ്. ബിക്കോസ് ഓഫ് ദിസ് ആക്ഷൻ ബിക്കം റിലേറ്റീവ്ലി അൺറിഫ്ലെക്സീവ്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ പല ആക്ഷൻസും റിലേറ്റീവ്ലി അൺറിഫ്ലെക്സീവ് ആണ്. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് ചിലപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടൊന്നുമല്ല, നമ്മൾ ഡെയിലി അത് ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ അത് കണ്ടിന്യൂസ്ലി ചെയ്തു വരുന്നു, അത്രേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ക്ലാസ് റൂമിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം, ടീച്ചേഴ്സ് പറയുന്നത് അനുസരിക്കണം. അതേപോലെ നമ്മൾ എന്താണ്, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ക്വൈറ്റ് ആയിട്ട് ഇരിക്കണം. ക്ലാസ് എടുക്കുന്ന ടൈമിൽ ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇതൊക്കെ എന്താണ്, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു റൂട്ടീൻ പോലെ നമ്മൾ എന്താണ് കണ്ടിന്യൂസ്ലി ചെയ്തു വരുന്നതാണ്. അല്ലാതെ എന്താണ്, നമ്മൾ അതിനെക്കുറിച്ച് ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ ഇങ്ങനെയുള്ള ആക്ഷൻസ് ചെയ്യുന്നത്. Question number 3. Bronislaw Malinowski propounded functional theory based on his ethnographic fieldwork among which of the following? മലിനോസ്കി അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത് ആരെക്കുറിച്ചാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: നിക്കോബാറീസ്, ആൻഡമാനീസ്, ട്രോബ്രിയാൻഡ് ഐലൻഡേഴ്സ്, നിയോർ. ആൻസർ ട്രോബ്രിയാൻഡ് ഐലൻഡേഴ്സ് ആണ്. സോഷ്യൽ ആന്ത്രപ്പോളജിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ് മലിനോസ്കി. അദ്ദേഹം കൾച്ചറിൻ്റെ ഫങ്ഷണൽ തിയറിയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീൽഡ് വർക്ക് വരുന്നത് ട്രോബ്രിയാൻഡ് ഐലൻഡേഴ്സിനെ കുറിച്ചാണ്. Malinowski conducted detailed ethnographic fieldwork among Trobriand Islanders in the Western Pacific. അതായത് വെസ്റ്റേൺ പസഫിക് ഓഷ്യനിലെ ട്രോബ്രിയാൻഡ് ഐലൻഡിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കുറിച്ച് അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അവിടെയുള്ള അവരുടെ ഒരു കൂലാറിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് സിസ്റ്റത്തെക്കുറിച്ച് അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. From this study, Malinowski argued that every cultural practice serves a function mainly to satisfy basic human needs. അതായത് ഓരോ കൾച്ചറൽ പ്രാക്ടീസിനും എന്തുണ്ട്, ഹ്യൂമൻ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. Question number 4. Which one of the following is a non-probability sampling method? താഴെ കൊടുത്തതിൽ non-probability sampling method അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, പെർപ്പസീവ് സാമ്പിളിംഗ്. ആൻസർ ഈസ് പെർപ്പസീവ് സാമ്പിളിംഗ്. നമ്മളൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻറ്റയർ പോപ്പുലേഷൻ എടുത്തിട്ട് പഠിക്കാൻ പറ്റില്ല, ബിക്കോസ് അത് ഭയങ്കര ലാർജ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആ പോപ്പുലേഷൻ്റെ സെയിം ഫീച്ചേഴ്സുള്ള കുറച്ച് യൂണിറ്റ്സിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റഡിയിൽ ഉൾപ്പെടുത്തും. അതിനെയാണ് നമ്മൾ സാമ്പിൾസ് എന്ന് പറയുന്നത്. സോ ഈ സാമ്പിൾസിനെ സെലക്ട് ചെയ്യാൻ ചില മെത്തേഡ്സ് ഉണ്ട്, അതാണ് സാമ്പിളിംഗ് മെത്തേഡ്സ്. ദർ ആർ 2 types of sampling methods. One is probability sampling and the other one is non-probability sampling. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ആ പോപ്പുലേഷനിലെ എല്ലാ മെമ്പേഴ്സിനും അവർ സെലക്ട് ചെയ്യപ്പെടാൻ ഈക്വൽ ചാൻസ് ആണുള്ളത്. സിമ്പിൾ റാൻഡം സാമ്പിളിങ്, സിസ്റ്റമാറ്റിക് സാമ്പിളിങ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഒക്കെ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ എക്സാമ്പിളാണ്. അതേസമയം നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു പോപ്പുലേഷനിലുള്ള എല്ലാ മെമ്പേഴ്സിനും അവർ സെലക്ട് ചെയ്യപ്പെടാൻ ഈക്വൽ ചാൻസ് ഇല്ല. കാരണം അവിടെ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുന്നത് റിസർച്ചർ അയാളുടെ ജഡ്ജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അയാളുടെ ഒരു ഒപ്പീനിയൻ്റെ ബേസിലായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 5. എ വർക്കിംഗ് ഹൈപ്പോത്തസിസ് ഈസ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്: എ പ്രൂവൺ ഹൈപ്പോത്തസിസ് ഫോർ ആൻ ആർഗ്യുമെൻറ്റ്, എ ഹൈപ്പോത്തസിസ് നോട്ട് റിക്വയർഡ് ടു ബി ടെസ്റ്റഡ്, എ പ്രൊവിഷണലി അക്സെപ്റ്റഡ് ഹൈപ്പോത്തസിസ് ഫോർ ഫർദർ റിസർച്ച്, എ സയൻറ്റിഫിക് തിയറി. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വർക്കിംഗ് ഹൈപ്പോത്തസിസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. The answer is provisionally accepted hypothesis for further research. That means a working hypothesis is a temporary or tentative assumption used by researchers to guide investigation. Researchers അവരുടെ സ്റ്റഡിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ഒരു ഇനീഷ്യൽ അസംഷൻ, ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ അസംഷനെയാണ് നമ്മൾ
വർക്കിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് യെറ്റ് പ്രൂവൺ, അത് പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റേ അല്ല. ഇറ്റ് ഹെൽപ്സ് ദ റിസർച്ചർ ടു പ്ലാൻ ആൻഡ് കണ്ടക്ട് ദ ഫർദർ റിസർച്ച്. അതായത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ല. ജസ്റ്റ് റിസർച്ചർ അയാളുടെ സ്റ്റഡിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു അസംഷൻ മാത്രമാണ്. ലാറ്റർ ഇറ്റ് മേ ബി ടെസ്റ്റഡ്, മോഡിഫൈഡ് ഓർ റിജക്റ്റഡ് ബേസ്ഡ് ഓൺ ദ എവിഡൻസ്. അപ്പോൾ നമ്മുടെ സ്റ്റഡിയുടെ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എവിഡൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഹൈപ്പോത്തസിസിനെ മോഡിഫൈ ചെയ്യാം, അതായത് ഈ ഹൈപ്പോത്തസിസിൽ ചേഞ്ചസ് വരുത്താം, അല്ലെങ്കിൽ ഈ ഹൈപ്പോത്തസിസ് നെ റിജക്റ്റ് ചെയ്യാം. എവിഡൻസിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു നമ്മുടെ അസംഷൻ തെറ്റാണ് എന്നുള്ള രീതിയിലും എന്ത് വരാം, നമ്മുടെ സ്റ്റഡിയുടെ റിസൾട്ട് വരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാണ്. നമ്മുടെ സ്റ്റഡിയുടെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ജസ്റ്റ് നമ്മൾ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അസംഷൻ മാത്രമാണ്. പിന്നീട് നമ്മൾ നമ്മുടെ സ്റ്റഡിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റാസും എവിഡൻസസ് ഒക്കെ വെച്ചിട്ട് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു നമ്മുടെ ഇനീഷ്യൽ അസംഷൻ ശരിയാണോ, കുട്ടികളുടെ സ്റ്റഡീസിനെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ യൂസേജ് ബാധിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ഫൈനൽ സ്റ്റേജിൽ എത്തുന്നത് വരെ നമ്മുടെ സ്റ്റഡിയെ ഗൈഡ് ചെയ്യുന്ന ഒരു അസംഷൻ മാത്രമാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, റിസർച്ച് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. റിസർച്ചിന് നമുക്ക് ഏതൊക്കെ തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ബേസിക്, അപ്ലൈഡ് ആൻഡ് ആക്ഷൻ റിസർച്ച്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ഫിലോസഫിക്കൽ, ഹിസ്റ്റോറിക്കൽ, സർവേ ആൻഡ് എക്സ്പെരിമെൻ്റൽ റിസർച്ച്, ഓൾ ഓഫ് ദ എബവ്. ആൻസർ ഓൾ ഓഫ് ദ എബവ് ആണ്. നമുക്ക് റിസർച്ചിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നമ്മുടെ റിസർച്ച് പർപ്പസിനെ ബേസ് ചെയ്തുകൊണ്ട് ബേസിക് റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്, ആക്ഷൻ റിസർച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദെൻ നമ്മുടെ റിസർച്ച് അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഫിലോസഫിക്കൽ, ഹിസ്റ്റോറിക്കൽ, സർവേ ആൻഡ് എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഒക്കെ ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒക്കെ റിസർച്ചിൻ്റെ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. Question number 7. ബാബ ആംതെ വാസ് ദ ലീഡർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മൂവ്മെൻറ്റ്സ്. താഴെ പറയുന്നവയിൽ ബാബ ആംതെ ലീഡർ ആയിട്ടുണ്ടായിരുന്ന മൂവ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ആർ തെഹ്രി ഡാം മൂവ്മെൻറ്റ്, ചിപ്കോ മൂവ്മെൻറ്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, ആപ്പിക്കോ മൂവ്മെൻറ്റ്. ആൻസർ നർമ്മദ ബച്ചാവോ ആന്തോളൻ ആണ്. Baba Amte, a well-known Indian social activist who strongly supported and led Narmada Bachao Andolan, a movement protesting against large dams on Narmada River because they displaced many tribal and rural communities. അപ്പോൾ നർമ്മദ റിവറിൽ വലിയ വലിയ ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള നർമ്മദോ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റിൻ്റെ ഒരു ലീഡറായിരുന്നു ബാബ ആംതെ. കാരണം നർമ്മദ റിവറിൽ ഡാംസ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിവറിൻ്റെ അടുത്ത് താമസിക്കുന്ന റൂറൽ ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് അവിടുന്ന് ഡിസ്പ്ലേസ്ഡ് ആവും. സോ അവർക്ക് വേണ്ടിയിട്ട് ഈ ഡാംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. അതിൻ്റെ ഒരു മെയിൻ ലീഡർ തന്നെ ആയിരുന്നു ബാബ ആംതെ. ക്വസ്റ്റ്യൻ നമ്പർ 8, അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണിത്. അസേർഷൻ ഈസ് എവറി കൺട്രി should integrate the principles of sustainable development into its policies and programs. അതായത് എല്ലാ കൺട്രീസും അവരുടെ പ്രോഗ്രാംസിലും പോളിസീസിലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് അസേർഷനായിട്ട് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് മീൻസ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ റിസോഴ്സസ് ഒക്കെ നല്ല റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യുക, ഇനി വരുന്ന ഫ്യൂച്ചർ ജനറേഷനും കൂടിയും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിനെ കൺസേർവ് ചെയ്യുക എന്നൊക്കെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾസ് ആയിട്ട് പറയുന്നത്. ദെൻ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എൻവയോൺമെൻറ്റൽ റിസോഴ്സസ് ആർ എ നാഷൻസ് വെൽത്ത് ആൻഡ് അസറ്റ്സ്. അതായത് എൻവയോൺമെൻറ്റൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു നാഷൻ്റെ അസറ്റാണ്, ഏറ്റവും വലിയ സ്വത്താണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ വെൽത്താണ് ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ റിസോഴ്സ് എന്നാണ് റീസൺ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അസേർഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ്. അസേർഷൻ ഈസ് ഫാൾസ് ബട്ട് റീസൺ ഈസ് ട്രൂ. ഇതിലേതാണ് ഓപ്ഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതായത് അസേർഷനും റീസണും
കറക്റ്റാണ്. അതായത് എല്ലാ കൺട്രീസും അവരുടെ പോളിസീസിലും പ്രോഗ്രാംസിലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യണം. അത് കറക്റ്റാണ്. അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ റിസോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രിയുടെ വെൽത്താണ് അല്ലെങ്കിൽ അസറ്റാണ്. അത് രണ്ടും കറക്റ്റാണ്. ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. പക്ഷേ റീസൺ, അതായത് എൻവയോൺമെൻറ്റൽ റിസോഴ്സസ് വെൽത്താണ് എന്ന് മാത്രമേ ജസ്റ്റ് അവിടെ പറയുന്നുള്ളൂ. അല്ലാതെ അതിന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായിട്ട് എന്തില്ല, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ളതായിട്ട് പറയുന്നില്ല. സോ അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എൻവയോൺമെൻറ്റൽ റിസോഴ്സസ് ഒരു കൺട്രിയുടെ വെൽത്താണ് എന്ന് പറയുന്നത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് കറക്റ്റാണ്. പക്ഷേ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. Question number 9. Which of the following are the major components of sustainable development? താഴെ കൊടുത്തതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ മേജർ കോമ്പണൻസ് ആയിട്ട് വരുന്നത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ, ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് യൂസ് പ്ലാനിംഗ് ആൻഡ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, കൾച്ചറൽ ആൻഡ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ, സസ്റ്റനൻസ്, സെൽഫ് എസ്റ്റീം ആൻഡ് ഫ്രീഡം. ലാസ്റ്റ് വൺ, എക്കണോമിക്, എക്കോളജിക്കൽ ആൻഡ് പ്ലാനിംഗ് ആസ്പെക്ട്സ്. ആൻസർ: പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ, ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് യൂസ് പ്ലാനിംഗ് ആൻഡ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്നുള്ളതാണ്. നമുക്കറിയാം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് പ്രസൻറ്റ് ജനറേഷൻ വിതൗട്ട് കോംപ്രമൈസിങ് ദ നീഡ്സ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. അതായത് നമ്മൾ ഇപ്പോഴുള്ള ജനറേഷൻ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് യൂസ് ചെയ്യുക. പക്ഷേ നമ്മളത് എന്ത് ചെയ്യാൻ പാടില്ല? യൂസ് ചെയ്ത് തീർക്കാൻ പാടില്ല. ഇനി വരും തലമുറക്ക് വേണ്ടി കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഈ റിസോഴ്സസിനെ പ്രിസർവ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? റിസോഴ്സസിന് ഭയങ്കരമായിട്ട് പ്രോബ്ലംസ് വരും, റിസോഴ്സസിൻ്റെ മേലെ പ്രഷർ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ, പോപ്പുലേഷൻ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നിൽക്കേണ്ടത്. ദെൻ ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് യൂസ് പ്ലാനിങ്, അതേപോലെ തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ലാൻഡ് യൂസിനും ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടായിരിക്കണം. ആൻഡ് യൂസിങ് ദ റിന്യൂവബിൾ എനർജി റിസോഴ്സസ്, നമ്മൾ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് റിസോഴ്സസ് തീർന്നു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി റിസോഴ്സസിനെ എന്ത് ചെയ്യുക? ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും റിസോഴ്സസിനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. The last question. Which of the following are the objectives of environmental policies and programs? താഴെ കൊടുത്തവയിൽ എൻവയോൺമെൻറ്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസിൻ്റെ ഒബ്ജക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഫോർമേഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ പോളിസീസ് ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്, പ്രൊമോട്ടിംഗ് എനർജി ആൻഡ് വാട്ടർ കൺസർവേഷൻ ത്രൂ ഇന്നോവേറ്റീവ് പ്രാക്ടീസസ്, മെഷറിംഗ് പ്രോഗ്രസ് ടുവാർഡ്സ് എൻവയോൺമെൻറ്റൽ ഗോൾസ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഓൾ ഓഫ് ദ എബവ്. ഓൾ ഓഫ് ദ എബവ് ആണ് ആൻസർ വരുന്നത്. കാരണം നമ്മൾ എൻവയോൺമെൻറ്റൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് മേക്ക് ദ പ്രോഗ്രാംസ് ടു മാനേജ് ദ എൻവയോൺമെൻറ്റ്. അതായത് എൻവയോൺമെൻറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കണം അത്. സേവ് എനർജി ആൻഡ് വാട്ടർ റിസോഴ്സസ്, അതായത് എനർജിയും വാട്ടർ റിസോഴ്സസൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന, പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആയിരിക്കണം. ചെക്ക് പ്രോഗ്രസ് ടുവാർഡ്സ് എൻവയോൺമെൻറ്റൽ ഗോൾസ്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഗോൾസൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ഒരു പോളിസീസ് ആൻഡ് പ്രോഗ്രാംസിലൂടെ നമുക്ക് നോക്കാൻ പറ്റണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്. സോ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വരുന്ന വീഡിയോകളിലും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറായിട്ട് അടുത്ത വീഡിയോകളിൽ വരുന്നതായിരിക്കും. ദെൻ ബൈ.